എല്ലാവർക്കും നമസ്കാരം. മേക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL ഇനിയാണ് വീറും വാശിയും ഏറാൻ പോകുന്നത്. ടീമുകളെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടങ്ങളാണ് ഇനി വരാനുള്ളത്. സോ അതിനടുത്ത് തന്നെ അവസാന ലാപ്പിലേക്ക് IPL ഓടിക്കയറുമ്പോൾ പ്ലേ ഓഫ് ബർത്തിൽ ആരൊക്കെ ഉണ്ടാകും? അപ്പോൾ IPL ടീമുകളുടെ പ്ലേ ഓഫ് സിനാരിയോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കും IPL റിലേറ്റഡ് കണ്ടൻസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. IPL പകുതിയിലധികം റൗണ്ട് മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ടീമുകളെ സംബന്ധിച്ച് ഇനി ജീവൻ മരണ പോരാട്ടങ്ങൾ തന്നെയാണ് നിരനിരയായി വരാൻ പോകുന്നത്. സോ IPLൻ്റെ ആ ഒരു ഇത്തവണ പ്ലേ ഓഫ് കളിക്കാൻ ഓരോ ടീമുകൾക്കും ഇനി അവസാന മത്സരങ്ങളിൽ എത്ര ജയം വേണം അല്ലെങ്കിൽ എത്ര പോയിൻ്റ് വേണം നമുക്കൊന്ന് പരിശോധിക്കാം. IPLൻ്റെ ഒരു അൺഒഫീഷ്യൽ കട്ട് ഓഫ് ആയിട്ട് നമുക്കൊരു 16 പോയിൻ്റ് പരിഗണിക്കുകയാണെങ്കിൽ ടേബിൾ ടോപ്പേഴ്സായിട്ടുള്ള രാജസ്ഥാൻ റോയൽസ് ഇതിനോടൊക്കെ തന്നെ പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അവർക്ക് ഉപകാരപ്പെടില്ല. കാരണം മറ്റുള്ള ടീമുകൾക്ക് ഇനിയും മത്സരങ്ങളുണ്ട്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് പ്ലേ ഓഫ് ഏതാണ്ട് അവർ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാന മത്സരങ്ങളിൽ പരാജയപ്പെട്ടാൽ പോലും അവർക്ക് പ്ലേ ഓഫ് ബർത്ത് കാണും. പക്ഷേ മറ്റ് ടീമുകളും പ്ലേ ഓഫിന് വേണ്ടി വീറും വാശിയുമേറിയ പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. ഈ ഒരു സമയത്ത് പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്ത ഏക ടീം രാജസ്ഥാൻ റോയൽസ് മാത്രമാണ്. 9 മത്സരം കളിച്ചപ്പോൾ 8 വിജയം 1 പരാജയം ഉൾപ്പെടെ 16 പോയിൻ്റ് ഉണ്ട് അവർക്ക്. നെറ്റ് റൺ റേറ്റും വളരെ ഹെൽത്തി തന്നെയാണ്. 0.694 ആണ് ആറാറിൻ്റെ നെറ്റ് റൺ റേറ്റ്. KKRലേക്ക് വരുവാണെങ്കിൽ 9 മത്സരം കളിച്ചപ്പോൾ 6 വിജയം 3 പരാജയം. നെറ്റ് റൺ റേറ്റ് വളരെ മികച്ചത് തന്നെയാണ്. +1.096 ആണ് KKRൻ്റെ നെറ്റ് റൺ റേറ്റ്. 12 പോയിൻ്റ് ഉണ്ട്. അവസാന ഇനി KKRനെ സംബന്ധിച്ച് 5 മത്സരങ്ങൾ അവർക്ക് ബാക്കി നിൽപ്പുണ്ട്. അതിൽ 2 വിജയിച്ചാൽ കട്ട് ഓഫ് ആയിട്ടുള്ള 16 പോയിന്റിലേക്ക് എത്താം. സോ പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിക്കാം. 3-ാം സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. 10 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ 6 വിജയം 4 പരാജയം. നെറ്റ് റൺ റേറ്റ് 0.094. 12 പോയിൻ്റാണ് നിലവിൽ 3-ാം സ്ഥാനത്തുള്ള ലക്നൗ സൂപ്പർ ജയൻസിനുള്ളത്. അവസാന 4 മത്സരങ്ങളിൽ 2 വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം. 4-ാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 10 മത്സരങ്ങളിൽ 5 വീതം വിജയവും പരാജയം ഉൾപ്പെടെ 0.627 നെറ്റ് റൺ റേറ്റുള്ള CSKയ്ക്ക് 10 പോയിൻ്റാണ് നിലവിലുള്ളത്. അവസാന 4 മത്സരങ്ങളിൽ 3 വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം. അടുത്തത് 5-ാം സ്ഥാനത്തുള്ള SRH ആണ്. 9 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അവർക്ക് മത്സരമുണ്ട്. രാജസ്ഥാൻ റോയൽസിനെ അവർ നേരിടുന്നുണ്ട്. ഇതുവരെ കഴിഞ്ഞ 9 മത്സരങ്ങളിൽ 5 വിജയം 4 പരാജയം ഉൾപ്പെടെ 10 പോയിൻ്റാണ് ഉള്ളത്. 0.075 പോസിറ്റീവ് നെറ്റ് റൺ റേറ്റാണ് SRHനും ഉള്ളത്. ഇനി അവർക്ക് 5 മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതിൽ 3 വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിക്കാം. പക്ഷേ അത് അത്ര എളുപ്പമാകാൻ വഴിയില്ല. കാരണം നിർണായകമായ പോരാട്ടങ്ങൾ തന്നെയാണ് SRHന് ഇനി അവശേഷിക്കുന്നത്. അടുത്ത ടീം ഡൽഹി ക്യാപിറ്റൽസ്. പോയിൻ്റ് ടേബിളിൻ്റെ 6-ാം സ്ഥാനത്താണ് DC. 11 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 5 വിജയം 6 പരാജയം. നെറ്റ് റൺ റേറ്റ് നെഗറ്റീവാണ്. 0.442 ആണ് DCയുടെ നെറ്റ് റൺ റേറ്റ്. 10 പോയിൻ്റാണ് നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിനുള്ളത്. അവസാന ശേഷിക്കുന്നത് ഇനി 3 മത്സരങ്ങൾ മാത്രമാണ്. 3-ലും വിജയിച്ചാൽ, അതും വൻ മാർജിനിൽ വിജയിച്ചാൽ മാത്രമേ DCക്ക് പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് എത്താൻ സാധിക്കൂ. 8-ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ്. 10 മത്സരങ്ങളിൽ അട്ടിമറിയിലൂടെ വിജയം നേടിക്കൊണ്ടുവരികയാണ് പഞ്ചാബ് കിങ്സ്. 10 മത്സരം കളിച്ചപ്പോൾ 4 വിജയം 6 പരാജയം. 8 പോയിൻ്റാണ് ഉള്ളത്. നെറ്റ് റൺ റേറ്റ് നെഗറ്റീവാണ്. 0.062 ആണ്. -0.062 ആണ് നെറ്റ് റൺ റേറ്റ്. ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ 4-ലും വിജയിച്ചാൽ മാത്രം പോരാ, നെറ്റ് റൺ റേറ്റും പോസിറ്റീവ് ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് PBKസിനെ സംബന്ധിച്ച് പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യാൻ. ഇനി അടുത്ത 3 ടീമുകൾ. ഗുജറാത്ത് ടൈറ്റൻസ്. 10 മത്സരങ്ങൾ കളിച്ചപ്പോൾ 4 വിജയം 6 പരാജയമാണ് ഉള്ളത്. നെറ്റ് റൺ റേറ്റ് വളരെ പരിതാപകരം തന്നെയാണ്. -1.113 ആണ് GTയുടെ നെറ്റ് റൺ റേറ്റ്. 8 പോയിൻ്റാണ് ഉള്ളത്. അവശേഷിക്കുന്നത് 4 മത്സരങ്ങളാണ്. 4-ലും വിജയിച്ച് വൻ മാർജിനിൽ വിജയിച്ചാൽ മാത്രമേ GTക്കും പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. ഇനി അവസാന 2 ടീമുകൾ മുംബൈ ഇന്ത്യൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. നിലവിലത്തെ സാഹചര്യത്തിൽ പ്ലേ ഓഫ് പുറത്തായ 2 ടീമുകൾ തന്നെ ഒഫീഷ്യലി വന്നിട്ട്, പക്ഷേ അൺഒഫീഷ്യലി പുറത്തായ 2 ടീമുകൾ തന്നെയാണ് RCBയും മുംബൈ ഇന്ത്യൻസും. മുംബൈ 10 മത്സരം കളിച്ചപ്പോൾ 3 വിജയം 7 മുംബൈയും RCBയും 10 മത്സരങ്ങൾ വീതം കളിച്ചപ്പോൾ ഇരു ടീമുകൾക്ക് 3 വിജയം 7 പരാജയമാണ്. മുംബൈക്ക് -0.272 ആണ് നെറ്റ് റൺ റേറ്റ്. RCBക്ക് -0.415. 6 പോയിൻ്റാണ് ഇരു ടീമുകൾക്കും ഉള്ളത്. ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ ഇരു ടീമുകളും വിജയിച്ചാൽ പോലും 14 പോയിന്റിലേക്ക് അവർക്ക് എത്താൻ സാധിക്കൂ. IPL അൺഒഫീഷ്യൽ കട്ട് ഓഫ് ആയിട്ടുള്ള 16 പോയിന്റ് പോലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ടീമുകൾക്ക് തികയ്ക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ പ്ലേ ഓഫിന് പുറത്തായ 2 ടീമുകൾ തന്നെയാണ് RCB, മുംബൈ.
സോ പ്ലേ ഓഫിനി അല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസും KKRും LS ടീം രാജസ്ഥാൻ റോയൽസും KKRും ടേബിൾ ടോപ്പേഴ്സ് ആയി നിൽക്കുന്ന 2 ടീമുകൾ RRും KKRും നിലവിലെ സാഹചര്യത്തിൽ ഏതാണ്ട് പ്ലേ ഓഫിലേക്ക് അരികിലേക്ക് എത്തിയിട്ടുണ്ട്. 3-4 അവശേഷിക്കുന്ന 2 സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് വാശിയേറിയ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആരൊക്കെ ആയിരിക്കും അവസാന ലാപ്പിൽ ഓടിക്കയറുക? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.